പാലാരൂപത ഈ അടുത്ത കാലത്തായിട്ട് ആരംഭിച്ച കാപ്പന്തല എന്ന് പറയുന്ന സ്ഥലത്തെ വേറെ കാഴ്ചകളുമായിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ദേറ കാഴ്ച ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് പാദ്രീസ് യാത്രയുടെ ഈ എപ്പിസോഡിൽ പുറത്തിറക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പാറേമാക്കൽ ലൈബ്രറി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ദേറയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഫലകമാണ് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. മുകളിലത്തെ നിലയിലാണ് ഈ ഒരു പാറേമാക്കൽ ലൈബ്രറി നിലകൊള്ളുന്നത്. ഒരു വൈദികന്റെ ഒരു ജീവിത കാലഘട്ടത്തിലെ മുഴുവൻ ശേഖരമാണ് ഈ ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. തോമസ് കൂനമാക്കൽ എന്ന് പറയുന്ന ഏറെ ആദരണീയനായ വൈദികന്റെ ഒരു ജീവിത കാലഘട്ടത്തിലെ മുഴുവൻ പഠന ഉപകരണങ്ങളായിരുന്നു ഈ ഒരു വൻ ശേഖരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മിസ്സാകാതെ എല്ലാവരും കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രത്യേക എപ്പിസോഡായിട്ട് ഈ ഒരു പാദ്രീസ് യാത്രയിൽ പുറത്തിറക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് 5000-ഓളം പുസ്തകങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ ഉള്ള ഒത്തിരിയേറെ പുസ്തകങ്ങളാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. തോമസ് അച്ഛന്റെ തന്നെ വിശിഷ്ടമായ ശേഖരണങ്ങൾ അടങ്ങിയ ഒരു മേശയിലേക്കാണ് പിന്നീട് എന്റെ വീഡിയോ ഞാൻ ചലിപ്പിച്ചത്. പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സന്യാസ ദേറകളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. വെറുതെ നോക്കുമ്പോൾ നമുക്ക് അവയെല്ലാം വെറും കല്ലുകളായിട്ടും ചെറിയ രീതിയിലുള്ള ഐക്കണുകളായിട്ടും ഒക്കെയാണ് കാണുവാൻ സാധിക്കുന്നത്. ചെറിയ മരക്കഷ്ണം പോലും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അച്ഛൻ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ താമസിക്കുന്ന ആ ഒരു വൈദികനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. വിലമതിക്കാനാവാത്ത ഈ ഒരു വൻ ശേഖരത്തെ എല്ലാവരും അറിയണം. അത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. സുറിയാനി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുവാൻ ഒരു വൈദികൻ കാണിച്ച അക്ഷീണമായ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ ഒരു വൻ ശേഖരം എന്ന് പറയുന്നത്. ബിഗ് സല്യൂട്ട്.